ഈ നല്ല സമയത്തെ ഓർത്തിരുവനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഹോസ്പിറ്റൽ വൈസ് മൂലമായി നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കി തന്ന ഈ വിലയേറപ്പെട്ട ഈ ഭാഗ്യമേറിയ ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വെച്ചാൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് ഈ ലോകത്തിൽ കർത്താവ് ഒരു പുതിയ ദിവസത്തെ കാണുവാനും ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കുവാനും സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും എൻ്റെ അപ്പനെ പോറ്റി പുകഴുവാനും ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദേശത്തിൽ, കേരളത്തിൽ, ഇന്ത്യക്ക് വെളിയിലുമായിരുന്നു എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഓരോ നിന്റെ കുഞ്ഞുങ്ങളെയും ദൈവഭക്തന്മാരെയും എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരവരുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ പ്രശ്നത്തിനും, വേദനയ്ക്കും, കണ്ണുനീരിനും, എല്ലാ കഷ്ടപ്പാടുകൾക്കും ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ഇതവർക്കൊരു നല്ല കാവലും സൂക്ഷിപ്പുമായിരിക്കട്ടെ. ഇതവർക്കൊരു നല്ല മരുന്നായിരിക്കട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കയ്പുകളെയും തീർക്കുന്നതിൽ തേനായി ഇത് മാറട്ടെ. അവരുടെ ഇരുളിൽ ഇത് വെളിച്ചമായി കാണട്ടെ. അവരുടെ ഭയവും തികലും രോഗവും പ്രയാസങ്ങളും മരണത്തിനും അവരെ തൂക്കി വിടുവിക്കുന്ന ഒരു ശക്തിയുള്ളൊരു കരമായി പുയ്യമായി ഇത് വെളിപ്പെടട്ട്. സകല നന്മയ്ക്കും സകല ഘനത്തിനും സകല മഹത്വത്തിനും ഇത് കാരണമായി കാണുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവ് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വിലയേറപ്പെട്ട കരം, ദൈവത്തിൻ്റെ വലിയ കരം കർത്താവ് ഈ പ്രാർത്ഥന മൂലമായി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന സകല പ്രയാസങ്ങളും ഭയങ്ങളും അവരനുഭവിക്കുന്ന നിന്ദകളും അവരനുഭവിക്കുന്ന സകല പരിഹാസങ്ങളും സകല രോഗങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണികളും ദാരിദ്ര്യങ്ങളും മരണഭയങ്ങളും രോഗക്കിടക്കുകളും എല്ലാം മാറ്റി നിന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കണം. എല്ലാവരും തൃപ്പാദത്തിൽ കൊണ്ടുവയ്ക്കുന്ന പച്ച നീ കൺമണി പോലെ കാക്കണം, സൂക്ഷിക്കണം, രക്തത്താൽ മുദ്രയിടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങളിൽ ഏൽപ്പിക്കുന്നവൻ കാറ്റ് ചെയ്താട്ട് അടിയനെ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് MAG ഹോസ്പിറ്റൽ വൈസ് മൂലം പ്രാർത്ഥനയ്ക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമുക്ക് അന്യോന്യം പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗ്യം തന്നു. അതിനെ ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഈ ദിവസം പ്രാർത്ഥന ആരംഭിച്ച് 1153 ദിവസത്തിലേക്ക് നമ്മുടെ കാലടികൾ എടുത്ത് വയ്ക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തി, ഇനി കർത്താവ് നമ്മളെ നടത്തും. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായമാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വന്നിരിക്കണം. ഒത്തിരി ശ്രദ്ധിക്കണം, ഒത്തിരി ആഴമായിട്ട് ചിന്തിക്കണം, ശ്രദ്ധിക്കണം, ഏറ്റെടുക്കണം. 4-ാമത്തെ വാക്യം: ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. ശ്രദ്ധിക്കണേ. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്നാൽ യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നല്ല ശ്രദ്ധിക്കണം. യാതൊരു കാരണവും കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവൻ വിശ്വസ്തനായി ഇരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ വിശ്വസ്തനായി ഇരുന്നത് കൊണ്ട് ഒരു തെറ്റും ഒരു കുറ്റവും അവനിൽ കണ്ടെത്തി ഇല്ല എന്നാണ് അവിടെ നമ്മൾ കാണുന്നത്. നല്ല ശ്രദ്ധിക്കണേ. ഒരു മനുഷ്യന് വിരോധമായി 122 പേരുകൾ എഴുന്നേൽക്കുകയാണ്. 122 പേര് സാധാരണ ആൾക്കളല്ല, നമുക്കറിയാമല്ലോ അവരെല്ലാം ആരാണെന്ന്. ഈ 122 പേരെഴുകി രാത്രിയും പകലും ഉറങ്ങാതെ ഊണും ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് ഇവങ്ങന്മാർ വലവിരിക്കുക. ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു കുറ്റം കണ്ടുപിടിക്കണം. ഒരു കുറ്റം കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ആ സ്ഥാനത്ത് തന്നെ പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കുറ്റമില്ലാതെ മുഖാന്തരമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഇത് ഒരു ദിവസം 2 ദിവസം നടക്കുന്ന വിഷയങ്ങളല്ല. നമ്മുടെ കുടുംബത്തെ തകർക്കുവാൻ, നമ്മുടെ സുവിശേഷ വേല തകർക്കുവാൻ, ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവിനെയും പിരിക്കുവാൻ, കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും പിരിക്കുവാൻ, ഒരു ദേശത്തിനോട് യുദ്ധം നടക്കണമെങ്കിൽ എല്ലാം പെട്ടെന്ന് നടക്കാതെ മാസക്കണക്കിന് വർഷക്കണക്കിന്റെ പിന്നണിയിൽ പലരും പ്രവർത്തിച്ചിട്ടാണ് ആ കാര്യം നമുക്ക് വന്ന് വലിക്കുന്നത്. ദൈവത്തിന് അങ്ങനെങ്കിൽ ഇത് ഒരു ദിവസം 2 ദിവസം നടന്നതല്ല. ഈ ദാനിയേലിന് വിരോധമായിട്ട് ഈ 122 പേരും ഇവന്മാർ ഒന്നിച്ച് കലർന്നിരുന്ന് സംസാരിച്ച് ഓരോരുത്തരും നീ അങ്ങോട്ട് പോ, നീ ഇങ്ങോട്ട് പോ, നീ അതേ നോക്ക്, നീ ഇതേ നോക്കെന്ന് പറഞ്ഞ് ഊണും ഉറക്കവുമില്ലാതെ ഇവന്മാർക്ക് തന്റെ ഭാര്യമാരോട് സംസാരിക്കാനോ കുഞ്ഞുങ്ങളോട് സന്തോഷിക്കാനോ ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നും നേരമില്ല. എങ്ങനെങ്കിലും ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു കുറ്റം കണ്ടുപിടിക്കണം എന്ന് ഇത്ര പേരും കൂടെ ചുറ്റി നല്ല ശ്രദ്ധിക്കണം. ഞാൻ പറയുന്നത് വല വിരിച്ചു നോക്കി രാത്രി മുഴുവനും കഷ്ടപ്പെട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞതുപോലെ വല വിരിച്ചു നോക്കി, ഒന്നും കിട്ടിയില്ല. അതാണ് അവിടെ പറയുന്നത്. ആകയാൽ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപന്മാരും രാജ്യം സംബന്ധിച്ച് ദാനിയേലിന് വിരോധമായി കാരണം കണ്ടെത്തുവാൻ അന്വേഷിച്ചു. എന്തെങ്കിലും ഒരു കാരണം വേണമല്ലേ? അന്വേഷിച്ചു. എന്നാൽ എന്നുള്ളത് മറക്കരുത്, അവിടെ അണ്ടർലൈൻ ചെയ്യണം. എന്നാൽ യാതൊരു കാരണവും
കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരല്ലേ പറയാമോ? നഗതന ബൗട്ട നിഗതന ശംധുനാഥോ നിഗതന ഭൗഷ്യാദി അഖ്യാലബബ ഓറിഗലഗതന ബൗട്ട റികാദിയ നഗതന ഭൗഷ്യാദി അഖ്യാനമ റീദ ലഗതന ശാത്രാഥോ നിഗതന ബൗട്ടാനെ. നിങ്ങളെ കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്. ദൈവത്തിന് ആനന്ദത്തോട് സന്തോഷത്തോട് നാർപ്പരിച്ച് ദൈവത്തിന് ആരാധിക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്, ബലനുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയത് ഒരു സാധാരണ ഒരു വിഷയമായി നിങ്ങൾ എടുക്കരുത്. ഒറ്റ മനുഷ്യന് വിരോധമായിട്ട് 122 പേര് രാത്രിയും പകലും മാസക്കണക്കായി വർഷക്കണക്കായി വല വിരിച്ചു നോക്കി, ഒന്നും കിട്ടിയില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നത് അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. ഈ ഒരു സർട്ടിഫിക്കറ്റ് ആരാ കൊടുക്കുന്നതെന്ന് അറിയാമോ? രാജാവല്ല, ദൈവമല്ല, പാസ്റ്റർ അല്ല, അവന്റെ ശത്രുക്കളാണ് ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇത് ഒത്തിരി പ്രാവശ്യങ്ങൾ വായിച്ചു കാണും, ഒത്തിരി പ്രാവശ്യം ഈ വചനവചനങ്ങൾ പ്രബോധിപ്പിച്ച് കാണും, പ്രസംഗിച്ച് കാണും. പക്ഷേ ഇവിടുത്തെ ചിന്തിക്കാനുള്ള വിഷയം, ഇപ്പൊ ഈ ഗുഡ് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുന്ന ആരാണ്? ഇവന്റെ ശത്രുക്കളാ. 120 പേര് ഒപ്പിട്ട് കൊടുക്കുന്ന മാതിരി, ദൈവത്തിന് 122 പേര് ഒപ്പിട്ട് കൊടുക്കുന്ന മാതിരി. എടാ ഒരു കുറ്റമില്ലടാ, എന്തെങ്കിലും ഒരു കുറ്റം നോക്കി, ഒന്നുമില്ലടാ. നിനക്കൊല്ലം കിട്ടിയോ? ഇല്ലടാ. നീ വല്ലതും കണ്ടോ? ഇല്ലടാ. എടാ നീ ഇത്ര ദിവസം ഓടിപ്പോയി, നിനക്കൊല്ലം കിട്ടി? ഇല്ലടാ. എടാ ഞാൻ ഇത്ര മാസം അന്വേഷിച്ച് നോക്കിയടാ, കൂടെ ഇരുന്നടാ, ഒന്നുമില്ലടാ. അവന്റെ കൂടെ കടന്നു നോക്കിയടാ, ഒന്നുമില്ലടാ. അവന്റെ കൂടെ കഴിച്ചു നോക്കിയടാ, സംസാരിച്ചു നോക്കിയടാ, എല്ലാം ചെയ്ത് നോക്കിയടാ, എന്തെങ്കിലും കിട്ടിയോ? ഇല്ലടാ, ഒന്നും ഇല്ലടാ. ഇല്ലടാ, ഇല്ലടാ റബ ലഖദന, ഇല്ലടാ ചൊല്ല. കാരണം എന്തുവാ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്ന അവൻ വിശ്വസ്തനായി ഇരുന്നത് കൊണ്ട്, നിങ്ങൾ ഞാൻ വിശ്വസ്തനായി ഇരിക്കുന്നെങ്കിലേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അവൻ വിശ്വസ്തനായി ഇരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. എന്തോ ഒരു സർട്ടിഫിക്കറ്റാണ് ഇത്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളെ കൊണ്ട് സ്തോത്രം പറയാൻ പറ്റുമോ? ഒന്ന് കൈയടിക്കാൻ പറ്റുമോ? 2 അന്യഭാഷ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമോ? എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു സാധാരണമായി നിങ്ങൾ ദയവചത് എടുക്കരുത്. ഇതേതോ ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുക, അങ്ങനെ അങ്ങ് പോകരുത്. ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണം, നിങ്ങൾക്ക് വേണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? വേണമെങ്കിൽ ഈ ദാനിയേൽ ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ ദാനിയേലിന്റെ അകത്തിരുന്ന വിശേഷമായിട്ടുള്ള അഭിഷേകം നമ്മുടെ അകത്ത് വരണം. പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യണം. എന്തിനാണ് ഈ സ്ഥാനത്ത് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്? രാജാവിന് നഷ്ടം വരരുത്, രാജാവിന് നമ്മൾ കണക്കേൽപ്പിക്കണം. ഈ 2 ഉത്തരവാദിത്തമാണ് ദൈവം നമ്മളിൽ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതിനുവേണ്ടി ദൈവം നമുക്ക് സ്ഥാനമാനങ്ങളെ കൊടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ദൈവം നമ്മളെ മാനിച്ചത്. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തുവാൻ കാരണം അതാണ്. ദൈവത്തിന് നഷ്ടം വരരുത്, നമ്മുടെ രാജാവിന് നഷ്ടം വരരുത്. രാജാവിന് നമ്മൾ കണക്ക് കൊടുക്കണം. ദൈവത്തിന് സ്തോത്രം. ആ ഒരു ചിന്തയും ഉത്തരവാദിത്തവും ഈ ദാനിയേലിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു കൊണ്ട് ഒരു കുറ്റം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒരു കുറ്റം പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രമാത്രം ശ്രേഷ്ഠമായി, അത്രമാത്രം ഭക്തനായി, അത്രമാത്രം ദൈവത്തോട് അവൻ അടുത്തിരുന്നത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു സന്തോഷം അനുഭവിക്കുവാൻ കർത്താവിന് ഭാഗ്യം ലഭിച്ചു. അതവന് നഷ്ടമായി മാറിയില്ല, അവന് ലാഭമായി മാറി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ധ്യാനിച്ചുകൊണ്ട് വരുന്ന സംഭവങ്ങൾ. മറുപടി ഞാൻ പറയട്ടെ, ഇതിൻ്റെ അകത്തിരിക്കുന്ന കഴമ്പെന്തവാണ്? രാജാവിന് നഷ്ടം വരരുത്, രാജാവിന് നമ്മൾ കണക്ക് കൊടുക്കണം. അപ്പൊ രാജാവിന് നഷ്ടം വരാതെ രാജാവിന് കണക്ക് കൊടുക്കണമെങ്കിൽ ആ വിശേഷമായിട്ടുള്ള അഭിഷേകം എൻ്റെ ജീവിതത്തിൽ വേണം. ആത്മാവിന്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ വേണം. ഏതോ ചുമ്മാ കൈയടിക്കുന്നതോ പൊക്കരക്കാരൻ്റെ അന്യഭാഷ പറയുന്നതോ ചർച്ചിനകത്ത് ചാടുന്നതോ കുതിക്കുന്നതോ ഒന്നും അല്ലെങ്കിൽ സ്വർഗം അംഗീകരിക്കുന്ന, സ്വർഗമേറ്റെടുക്കുന്ന ആത്മാവിന്റെ പരിവർത്തനം, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ തീ, ആത്മാവിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായിട്ട് ഉണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാം, ഒരു പാപവും ചെയ്യാതെ ജീവിക്കാം, ആർക്കൊരു ദ്രോഹവും ചെയ്യാതെ നമുക്ക് ജീവിക്കാം. നമ്മളെക്കുറിച്ച് നാട്ടുകാർ വീട്ടുകാരെല്ലാം പഴി പറയും, എല്ലാം പറയും. നമ്മളത് കാണരുത്, നമ്മളത് കേൾക്കരുത്. നമ്മളൊന്നും ഇത്രയും ദിവസങ്ങളിൽ ഈ ദാനിയേലിനെ എത്ര പേര് ടെൻഷനാക്കി കാണുമായിരിക്കും, അവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി ദേഷ്യപ്പെടുത്തി കാണുമായിരിക്കും, അവനെ കളിയാക്കി കാണുമായിരിക്കും, എങ്ങനെങ്കിലും വഴക്കുണ്ടാക്കി അവന്റെ ഏതെങ്കിലും ഒരു കുറ്റം ഒന്ന് കണ്ടുപിടിക്കുന്നതിനാக രാത്രിയും പകലും ഏതെല്ലാം വിധത്തിൽ അവനെ ഉപദ്രവിച്ച് കാണും. പക്ഷേ അവിടൊന്നും ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കുറ്റവും അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും കുറ്റവും അവനിൽ കണ്ടെത്തിയില്ല. എന്തോ സർട്ടിഫിക്കറ്റാ ഇത്. ഇതുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ചുമ്മാ കൈ അടിച്ചതുകൊണ്ടോ, ചാടി കുതിച്ചതുകൊണ്ടോ, 4 പ്രവചിച്ചതുകൊണ്ടോ, 4 അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ, ചിലരെല്ലാം അങ്ങോട്ട് അന്യഭാഷ പറയാൻ തുടങ്ങിയാൽ നമ്മളെ പോലെ വേറെ ആരും ഇല്ലെന്നാണ് ചിന്തിക്കുന്നത്. അതങ്ങോട്ട് കഴിയുമ്പോൾ പിന്നീട് അവരുടെ സംസാരവും നടക്കുന്നതും അവരുടെ ജീവിതം നോക്കിയാൽ നാറ്റമടിക്കുന്ന ജീവിതമായിരിക്കും. പക്ഷെ ദാനിയേൽ അങ്ങനല്ല. അവൻ ആത്മാർത്ഥമായി ദൈവത്തോടെ ഇരുന്നു, ദൈവഹിതം ചെയ്യാൻ തന്നെ സമർപ്പിച്ചു, ദൈവ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുത്തു, ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തോട് അവൻ ഇരുന്നു. ഒരുത്തനെയും കൊണ്ട് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ പറ്റിയില്ല.
നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ കർത്താവേ, ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഈ ലോകത്ത് ഞങ്ങൾക്ക് ലഭിക്കുമോ? അപ്പച്ചാ, ഇങ്ങനത്തെ ഒരു ഭാഗ്യം ഞങ്ങളുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മളിപ്പോൾ ഭാര്യ, ഭർത്താക്കൾ, കുഞ്ഞുങ്ങൾ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളാകുമ്പോൾ ജീവിക്കുന്നില്ലേ? സഹോദര സഹോദരികൾ അപ്പനമ്മേലെ ജീവിക്കുന്നില്ലേ? നമ്മുടെ ഭവനത്തിൽ നമുക്ക് ഈ സാക്ഷ്യം കിട്ടുമോ? നമ്മൾ 100 കുടുംബം അല്ല 200 കുടുംബം അല്ല 100, 10, 50 കുടുംബം ചേർന്ന് ഒരു സഭയെ നമ്മൾ ആരാധിക്കുന്നു. ആ സഭയിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമോ? നമ്മൾ പലയിടത്ത് പോയി ജോലി ചെയ്യുന്നു, അവിടെ എന്തുമാത്രം അധികാരികളുണ്ട്, എന്തുമാത്രം ഓഫീസേഴ്സ് ഉണ്ട്, എന്തുമാത്രം പണിക്കാരുണ്ട്, അവിടെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? നമ്മുടെ ദേശത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ ബന്ധുക്കൾ മധ്യയിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ദൈവത്തിന് സ്തോത്രം. നമ്മളെക്കുറിച്ച് ഓരോരുത്തർ എന്തൊക്കെയാ പറയുന്നത്, എന്തുമാത്രം കാര്യമാണ് നമ്മളെക്കുറിച്ച് കഥയായിട്ട് എഴുതുന്നത്, പറയുന്നത്. നമ്മളതൊന്നും വലുതായിട്ട് എടുക്കരുത്. ഇതിനെക്കാട്ടിലും 1000 മടങ്ങ് ദാനിയേലിന് വന്നതാ. അത് നിങ്ങൾ ചിന്തിക്കണം. ചുമ്മാ പോയിരുന്ന് അവന്റെ ജീവിതത്തിൽ ഉണ്ടോ നോക്കിയതല്ല. ദൈവത്തിന് സ്തോത്രം. അവനെ എങ്ങനെങ്കിലും വീഴ്ത്താൻ വേണ്ടി, ഏതെങ്കിലും ഒരു വിഷയത്തിന് അവനെ വീഴ്ത്താൻ വേണ്ടി എത്രയെത്ര മുഖാന്തരങ്ങൾ അവർ ഒരുക്കിയും ഒരു തെറ്റും അവനിൽ കാണാൻ പറ്റിയില്ല. അങ്ങനെയെങ്കിൽ നമ്മളെക്കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും സ്വന്തങ്ങളും ബന്ധങ്ങളും ഭാര്യയും ഭർത്താവും പിള്ളേരും സഭക്കാരും വീട്ടുകാരും എല്ലാവരും നമ്മളെ കുറ്റം പറയട്ടെ. എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ വേണ്ടി അവർ പരിശ്രമിക്കട്ടെ. അവിടെ നമ്മൾ ജ്ഞാനമാ നിൽക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ അകത്ത് വേണം. ശരിയായിട്ടുള്ള പരിശുദ്ധാത്മാവ്. അത് നിങ്ങൾ കള്ളപ്രവാചനം പറയാനോ മറ്റുള്ളവന്റെ പണം പറിച്ചുകൊണ്ട് വരാനോ നിങ്ങളുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി നിങ്ങളുടെ പേരിനും പ്രസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള കള്ളമാർക്കം അല്ല ഇത്. ആത്മാർത്ഥമായി ജീവിക്കുന്നവന് മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. ഒരു കുറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കരുത്. നമ്മൾ നാട്ടുകാരെല്ലാം കുറ്റം പറയും, കള്ളനെന്ന് വിളിക്കും, വ്യഭിചാരി കള്ളിന്ന് വിളിക്കും, പല രീതിയിൽ നമ്മുടെ പേരിൽ അനേക പഴികൾ പറയും. നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം ചെയ്ത് നമ്മൾ സാധിപ്പിക്കും. ചിലരെല്ലാം കൊണ്ട് പറയുന്ന കണ്ടാൽ ദൈവമേ, അത് ഈ ലോകത്തിൽ നിൽക്കുന്ന മരങ്ങൾ ചാഞ്ഞു പോകും. അതുപോലെ അവരെ തങ്ങളെ സേഫ്റ്റിപ്പെടുത്താൻ വേണ്ടിയിട്ട്, തങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുറിച്ച് അങ്ങോട്ട് സംസാരിക്കേണ്ട മലയെല്ലാം ചാഞ്ഞു വീഴും. അത്ര വിശ്വസ്തതയായിരിക്കും. പക്ഷേ അതിനകത്ത് ഒരു കഴമ്പുമില്ല. അഭിഷേകം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ ആത്മാർത്ഥമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്റെ പക്ഷത്തിൽ ഉണ്ടെങ്കിൽ, ഇവന്റെ ഒരു കാര്യവും നിനക്ക് ഫലിക്കത്തില്ല. ഒന്നും നിന്നെ ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല, ഒരു ഛേദവും നിനക്ക് വരത്തില്ല. ഈ സത്യമാണ് ദൈവം നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഇത് കൊടുത്ത്? നമുക്ക് രാജാവിന് നമ്മ മൂലം നഷ്ടം വരരുത്. രാജാവിന് നീ ഞാനും കണക്ക് കൊടുക്കണം. ഇതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള നമ്മുടെ ആലോചന. രാജാവിന് നമ്മൾ മൂലം നഷ്ടം വരരുത്. ദൈവത്തിന് സ്തോത്രം. രാജാവിന് നീങ്ങളും ഞാനും കണക്ക് കൊടുക്കണം. ആ ചിന്തയുള്ളവരായി നമ്മളിപ്പോൾ ജീവിക്കണം. അതിനുവേണ്ടി നമ്മളെ സമർപ്പിക്കണം, അതിനുവേണ്ടി നമ്മളെ വിട്ടുകൊടുക്കണം. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു വിഷയമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സ്ഥാനത്തേക്ക് നമ്മൾ പോകണം. അതിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഇതിന്റെ അവസാനത്തെ നമ്മൾ നോക്കുമ്പോൾ, എന്നാൽ ദാനിയേലിൻ ദാരിയാവേസിന്റെ വാഴ്വിലും പാസിയ രാജാവിന്റെ കാരേസിന്റെയും വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ദാനിയേലിന്റെ ജീവിതം എല്ലാം ശുഭപ്പെട്ടിരുന്നെന്ന്. അവന്മാരാൽ ഒന്നും ചെയ്യാൻ, ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. ദൈവം അതിശയത്തിന്റെ ദൈവമാണ്. ദൈവം വിടുവിക്കുന്നവനാണ്. അഭിഷേകം, നമ്മുടെ അകത്തിരിക്കുന്ന അഭിഷേകം എന്തുവാ? അത് തീയല്ലേ? അത് തീയല്ലേ? അത് മൂർച്ചയേറിയ വാളല്ലേ? അതോട് കളിച്ചാൽ ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ 6-ാം അധ്യായം കഴിച്ചു കഴിയുമ്പോഴത്തേനും എന്തൊക്കെ അവിടെ സംഭവിക്കുന്നത് നമ്മൾ കാണാനാ പോകുന്നത്. എന്തുവാ ഈ അഭിഷേകത്തിന്റെ ശക്തി, ഈ അഭിഷേകത്തിന്റെ പവർ, ഈ അഭിഷേകത്തിനകത്തിരിക്കുന്ന ആ വീര്യ പ്രവർത്തികൾ നമ്മൾ കാണാനാ പോകുന്നത്. അതുകൊണ്ട് അഭിഷേകത്തെ നിങ്ങൾ തള്ളിക്കളയരുത്, അഭിഷേകത്തെ ഉപേക്ഷിക്കരുത്, അഭിഷേകത്തെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയ പേരിന് വേണ്ടിയ പ്രസവം നിങ്ങൾ ഉപയോഗിക്കരുത്, 4 പേര് കാണാൻ വേണ്ടി കിടന്ന് ചാടരുത്. ദൈവത്തിന്റെ സ്തോത്രം. എന്തൊരു ചാട്ടമോ, എന്തൊരു കയ്യടിയാ! അകത്തൊന്നും ഒരു കാമ്പുമില്ല, ഒരു കഴമ്പുമില്ല. കയ്യടിയുണ്ട്, ചാട്ടമുണ്ട്. അന്യഭാഷ 1 മണിക്കൂർ കൈയടിക്കാന്ന് പറഞ്ഞു നോക്കിയേ, പറ്റുമോ നോക്ക്. അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറ്റുമോ നോക്ക്. പറ്റുന്നില്ല. അന്യഭാഷയെ പാട്ട് പാടാൻ പറ്റുന്നുള്ളൂ നോക്ക്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എന്തുവാ കയ്യടി? എന്തുവാ ചാടുന്ന ചാട്ടം? ചാടി എന്തോ പ്രയോജനം? ആ ചാട്ടം കഴിഞ്ഞ അടുത്ത നിമിഷം മിനിറ്റിൽ എന്തോ പറയുന്നത്? എന്തുവാ നീ പ്രവർത്തിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഈ ദാനിയേലെ പോലെ ഞാനും നിങ്ങളും മാറണം. നമ്മളെ ദൈവം ഒന്ന് മാറ്റണം. സ്വർഗത്തിലെ അപ്പച്ചനാണ് നമ്മുടെ രാജാവ്. നമ്മളിൽ നോക്കുമ്പോൾ ഒരു കുറ്റവും നമ്മളിൽ കാണരുത്. ഒരു കുറ്റവും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒന്ന് വെച്ചോണ്ട് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം സ്വർഗത്തിലില്ല. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു, നമ്മളെ വേർതിരിച്ചിരിക്കുന്നു. ദൈവത്തിന്
സ്തോത്രം. ആമേൻ. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവർ ഒരു കൂട്ടമാണ്. ആ ചെറിയ കൂട്ടത്തിൽ നിങ്ങളും ഞാനും കാണണമെങ്കിൽ ഈ ദാനിയേലിന്റെ അഭിഷേകം എനിക്കൊന്ന് തരണേ, ഈ ദാനിയേലിന്റെ ജീവിതം എനിക്കൊന്ന് തരണേ, അവനെ പോലെ എന്നെ ഒന്ന് മാറ്റണമേ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തിൽ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്, നിങ്ങളുടെ കമ്പനിയിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ രാജ്യത്തിൽ, നിങ്ങളുടെ സമുദായത്തിന്റെ മുന്നേ, മക്കളുടെ മധ്യയിൽ എവിടെയും തല കുനിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവം അവിടെ എല്ലാം ഓടി ഓടി വരും, ഓടി ഓടി വരും. അവൻ ഏത് വല വിരിച്ചാലും, ഏത് കുഴി കുഴിച്ചാലും, എവിടെ കണ്ണി വെച്ചാലും നീ അതിനകത്ത് വീഴാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവത്തിന്റെ വിശേഷിച്ച അഭിഷേകം, ആ ദൈവത്തിന്റെ ജ്ഞാനം, ആ ബുദ്ധി ദൈവം നിനക്ക് തന്നു. ഒരു കുറ്റവും ഒരു കുറയും നിന്നിൽ കണ്ടുപിടിക്കുവാൻ കഴിയാതെ അവന്മാരെല്ലാം നാണിച്ചു പോയി തലയെ കൈവയ്ക്കടാ. ഞാൻ ഇത്രയും രാത്രി കഷ്ടപ്പെട്ടു, ഇത്രയും പകൽ കഷ്ടപ്പെട്ടു, മാസക്കണക്കിന് കഷ്ടപ്പെട്ടടാ, എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്ത് നോക്കടാ, ഒരു കുറ്റവും കാണുന്നില്ലടാ. അടുത്തവനും വന്ന് പറയാടാ ഒരു കുറ്റവും ഇല്ലടാ. ഇങ്ങനെ 122 പേര് വന്ന് പറയുകയാണ്. അവന്മാർ അത്രയും പേര് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അവനിൽ ഒരു കുറ്റവും ഇല്ല, അവനൊരു പാപവും ചെയ്തിട്ടില്ല. എത്രമാത്രം ശക്തമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. നിങ്ങളത് ഏറ്റെടുക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളെ കൊണ്ടത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ ഈ സന്തോഷമായിട്ടുള്ള വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരും, വിടുതൽ കൊണ്ടുവരും. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ കൃപയിൽ നിൽക്കുവാൻ കർത്താവ് സഹായിക്കും. വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള കൃപ ദൈവം നമുക്ക് തരും. നമുക്കൊന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല, തകർന്നു പോകത്തില്ല. രോഗക്കിടക്കെ കിടക്കുന്നവർ എഴുന്നേൽക്കും, മരണക്കിടക്കെ കിടക്കുന്നവർ വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കും. ഒരാപത്ത് അനർത്ഥം ഒന്നും നമ്മളെ തകർക്കുവാൻ, നശിപ്പിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. മറുപടി ഞാൻ പറഞ്ഞ് നിർത്താൻ പോവാ. ഇതങ്ങോട്ട് പോകെ നോക്കുമ്പോൾ എവിടെല്ലാം തല കുനിക്കാൻ നോക്കി അവിടെല്ലാം നിന്റെ തല ദൈവം എന്താ പറയാൻ ഉയർത്താൻ പോകുകയാണ്. എവിടെല്ലാം നിന്നെ നാണിപ്പിച്ച് നിന്നെ ഓടിച്ച് കളയാൻ നോക്കി അവിടെ ദൈവം നിന്നെ നിലനിർത്താൻ പോകുകയാണ്. എവിടെല്ലാം നിന്നെ വേരോടെ പറിക്കാൻ നോക്കി അവിടെ ദൈവം നിന്നെ നാട്ടി നിർത്താൻ പോകുകയാണ്. ദൈവം നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ദൈവം നിശ്ചയമായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും. ദൈവത്തിന്റെ ആശ്വാസം നമ്മുടെ കൂടെ ഇരിക്കും. ദൈവത്തിന്റെ കരുണ നമ്മുടെ കൂടെ ഇരിക്കും. കൃപ നമ്മുടെ കൂടെ ഇരിക്കും. അതുകൊണ്ട് ഈ വാക്യങ്ങളെ വായിച്ച് ഇതേ പഠിച്ച് നിങ്ങൾ വിശ്വസിക്കുക. ഏതെങ്കിലും കുറ്റങ്ങൾ കുറവിലിരുന്നാൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് നിരപ്പ് പ്രാപിച്ച് ദൈവത്തോട് അടുത്തുകൊള്ളുക. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. കർത്താവേ, നീ പ്രാർത്ഥനയുടനായി സ്തോത്രം. ഇതുമൂലം നിന്റെ നാമം മഹത്വം എടുക്കട്ടെ. ഞങ്ങളെ മറുപടി താഴ്ത്തുന്ന പച്ച ഞങ്ങൾ കർത്താവ് ഇതിന്റെ കൃപയും നിന്റെ സന്തോഷവും സമാധാനവും വിടുതലും അനുഭവിക്കുവാൻ നീ സഹായിക്കണം. നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകല മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളിത് വായിച്ച് കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, താങ്ക് യു.